ശ്രീ PM മാത്യു. കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കടുത്തുരുത്തി മുൻ MLA-യുമായിരുന്ന PM മാത്യു 2025 ഡിസംബർ 30 അന്തരിച്ചു. 1991-96 വരെ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. കടുത്തുരുത്തി അരുണാശ്ശേരിയിൽ PJ മാത്യു ത്രേസ്യാമ്മ ദമ്പതികളുടെ മകനായി 1950 സെപ്റ്റംബർ 30 ജനനം. കടുത്തുരുത്തി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ പതിറ്റാണ്ടുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് PM മാത്യു തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. KSC സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം നിയമപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നു. 1991 കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 93 പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് TM ജേക്കബ് വിഭാഗത്തോടൊപ്പം ചേർന്ന അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ പ്രഥമ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കർഷകരുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തിലെ സഹകരണ വികസന മേഖലകളിൽ PM മാത്യുവിൻ്റെ പങ്ക് നിസ്തൂലമാണ്. ഒഡെപെക് ചെയർമാനായും KSFE വൈസ് ചെയർമാനായും അദ്ദേഹം സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചു. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ചെയർമാൻ, റബ്ബർ മാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളും അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2025 രൂപീകരിച്ച നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു. സത്യസന്ധതയും ലളിത ജീവിതവും മുഖമുദ്രയാക്കിയിരുന്ന PM മാത്യു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സൗഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾക്ക് വലിയൊരു നഷ്ടമാണ്.